ഫിറഔൻ രാജാവ് തന്റെ പട്ടാളക്കാരോട് കൽപ്പിച്ചു, നിങ്ങൾ നാട്ടിലുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നെടുക്കണം, പെൺകുട്ടികളെ ജീവിപ്പിക്കണം. കാരണം എന്താന്ന് വെച്ചാൽ, ഒരു ജ്യോത്സ്യം വന്ന് ഫിറോവിനോട് പറഞ്ഞു, ഈ നാട്ടിൽ ഒരു ആൺകുട്ടി ജനിക്കും, ആ കുട്ടി നിങ്ങളുടെ രാജാധികാരം കൊണ്ടുപോകും. ഏതായാലും ഫിറോവിന് ഭയപ്പെട്ട് പട്ടാളക്കാരോട് ആൺകുട്ടികളെ മുഴുവനും കൊല്ലാൻ കൽപ്പിച്ചു. ഈ സമയത്താണ് ആ നാട്ടിൽ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മം നൽകുന്നത്. ഏതായാലും മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ അത്യധികം ഭയപ്പെട്ടു. താൻ നൊന്ത് പ്രസവിച്ച തന്റെ കുഞ്ഞിനെ ഫിറൗനിന്റെ പട്ടാളക്കാർ കൊന്നു കളയുമോ എന്നുള്ള പേടി മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് നല്ലോണം ഉണ്ടായി. ഈ സമയത്താണ് പടച്ചോന്റെ കൽപ്പന വരുന്നത്. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാനോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി നദിയിലൊഴുക്കുക, തീർച്ചയായും അതിനെ ഞാൻ നിങ്ങളിലേക്ക് എന്താക്കും, തിരിച്ചു നൽകും. കൽപ്പന പ്രകാരം മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ആ കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലൊഴുകി വരുന്ന പെട്ടി കണ്ട് ഫിറഔനും പരിവാരങ്ങളും ആ പെട്ടി എടുത്തു നോക്കിയപ്പോൾ സുന്ദരനായ ആൺകുട്ടി. തന്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം ആ കുട്ടിയെ കൊട്ടാരത്തിൽ വളർത്താൻ ഫിറഔൻ നിർബന്ധിതനായി. ഇവിടെയാണ് അള്ളാഹുവിന്റെ വിധികൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ ഹിക്മത്ത് മനസ്സിലാക്കേണ്ടത്. ഫിറൗനിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് മൂസ നബി അലൈഹി ഇസ്ലാം. പക്ഷേ അതേ ഫിറൗനിന്റെ കൊട്ടാരത്തിൽ തന്നെ മൂസ നബി അലൈഹി ഇസ്ലാം വളർന്നു. അതുപോലെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം. കിണറിലകപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരു രാജ്യം ഭരിക്കുന്ന രാജാവായി മാറിയത്. ഇതൊക്കെ പടച്ചവന്റെ തീരുമാനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലും വളരെ പ്രയാസമേറിയ നിമിഷങ്ങൾ ഉണ്ടാവാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ മാറ്റിമറിക്കാനും അതൊക്കെ വലിയ വിജയത്തിലേക്ക് എത്തിക്കാനും പടച്ച റബ്ബിന് കുറെ സമയമൊന്നും വേണ്ട. അതൊക്കെ ഈ ചരിത്രങ്ങൾ നമുക്ക് പാഠങ്ങൾ നൽകുന്നുണ്ട്.